നിങ്ങളൊരു ഫ്രണ്ടിനോട് നാളെ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു എഗ്രിമെന്റ് ആണോ അതോ ഒരു കോൺട്രാക്റ്റ് ആണോ? ഇത് രണ്ടും ഒന്നല്ല. അതറിയാമോ? നമ്മൾ ദിവസവും ഒരുപാട് എഗ്രിമെന്റ്സ് ഉണ്ടാക്കാറുണ്ട്. ഒരു വാക്ക് കൊടുക്കുന്നത്, ഒരു പ്ലാൻ ചെയ്യുന്നത് എല്ലാം ഒരുതരം എഗ്രിമെന്റ് ആണ്. അതായത് രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഒരു ധാരണ. പക്ഷേ ഇതിന് നിയമപരമായ ഒരു ഉറപ്പുണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ഫ്രണ്ട് സിനിമയ്ക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഒരു കോൺട്രാക്ട് അങ്ങനെയല്ല. അതൊരു ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് ആണ്. അതിന് ചില നിയമപരമായ ഘടകങ്ങൾ നിർബന്ധമായും വേണം. 1. കൺസിഡറേഷൻ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു മൂല്യമുള്ള കാര്യം കൈമാറണം. ഉദാഹരണത്തിന് പണം. 2. ലീഗൽ പർപ്പസ്. നിയമപരമായ ഒരു കാര്യത്തിനായിരിക്കണം ഈ കരാർ. 3. കപ്പാസിറ്റി. കരാറിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അതിനുള്ള നിയമപരമായ യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെന്റ്സ് ആണ്. പക്ഷേ എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട്സ് അല്ല. നിയമപരമായ ഒരു ബാധ്യത ഉണ്ടാകുമ്പോൾ ഒരു എഗ്രിമെന്റ് ഒരു കോൺട്രാക്റ്റായി മാറുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ്.